ആളോട് സംസാരിച്ചോ? ഇല്ല. റിപ്പോർട്ട്സ് എങ്ങനെയുണ്ട്? നോട്ട് ലുക്കിംഗ് ഗുഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി മറ്റു ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. കുറച്ച് റിപ്പോർട്ട്സ് കൂടി വരാനുണ്ട്. എത്രയും പെട്ടെന്ന് മകനോട് സംസാരിക്കണം. ഹീസ് അവർ ഓൺലി ഹോപ്പ്. ഓ, എന്തൊരു സ്നേഹം, എന്തൊരു വാത്സല്യം. പുള്ളി ഇതൊക്കെ എത്ര നാൾ എവിടെ കൊണ്ടുവച്ചിരിക്കുമെന്ന് തോന്നുന്നു പ്രകടനം കണ്ട. അതെന്താ? ഒരുതരം ഇറിറ്റേറ്റിംഗ് കൺസേൺ. വീടെങ്ങനെയുണ്ട്? ക്വൈറ്റ് ഗുഡ്. അല്പം ടേസ്റ്റ് ഒക്കെ ഉള്ള ആളാണെന്ന് തോന്നുന്നു. കുടിക്കാൻ വല്ലതും എടുക്കണോ? ഓ, ആരാ അത്? ഇവിടുത്തെ ജോലിക്കാരനാ. സരൾ, ഹൗസ് ദിസ്? ഇറ്റ്സ് നൈസ്. പറയാൻ പറ്റില്ല, ചിലപ്പം വകലന്റെ അങ്കിളൊക്കെ ആയിട്ട് വരുമായിരിക്കും. What does your father do? Hello? Hello, Ajay? Yeah, I'm here. Is your father working? He's a lawyer. ഇന്നലെ രാത്രി അവർ വന്നത് 2 പേരുണ്ടായിരുന്നു. ആദ്യം കുറച്ച് പണം തരാമെന്ന് പറഞ്ഞു. പിന്നെ അനിതയ്ക്ക് നാട്ടിൽ തന്നെ നല്ലൊരു ജോലി ഓഫർ ചെയ്തു. ഒന്നും നടപ്പില്ലെന്ന് വന്നപ്പോൾ ടോൺ മാറി. പിന്നെ ഭീഷണിയായി. അതിലൊരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എവിടെ വെച്ച് എപ്പോ എന്നൊന്നും ഓർമ്മിക്കാൻ പറ്റുന്നില്ല. വരൂ സാർ, ഇരിക്കെ. ഒരു പോലീസ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം. നാളെ കേസിൽ ചിലപ്പോൾ അത് നമ്മളെ സഹായിക്കും. ഡോക്ടർ എന്ത് പറഞ്ഞു? അതേ മരുന്നുകൾ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. സർ, എന്തുപറ്റി? ഇത് 2ാമത്തെ തവണയാ സാറേ രാത്രിയിലുള്ള ഈ കല്ലേറ്. ആരുടെയെങ്കിലും മുഖം കണ്ടായിരുന്നോ ക്ലിയർ ആയിട്ട്? അത് കണ്ടു. എൻ്റെ മകനാ അജയ്. ഓ സർ, ബ്രദർ ഉണ്ടായിരുന്നില്ലേ കൂടെ? ഒന്ന് പുറത്തേക്ക് പോയതാ, ഇപ്പോൾ എത്തും. സർ, ഒരു കംപ്ലൈൻറ്റ് എഴുതി വെച്ചിരുന്നാൽ മതി. ഞാൻ രാവിലെ ഇവിടെ ഒന്ന് കളക്ട് ചെയ്തോളാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ആ. ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? അല്ലെങ്കിൽ ഞാൻ 2 പേരും ഇവിടെ പോസ്റ്റ് ചെയ്യാം സർ. അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ എന്നാ. ആ. ഓക്കെ. കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുകയാണ്. സാർ ഈ കേസിൽ നിന്ന് പിന്മാറണം. ഞാൻ വേറെ ഏതെങ്കിലും വക്കീലിനെ കേസ് ഏൽപ്പിച്ചോളാം.
സാറിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് അത്ര ശരിയല്ല. ഏതവസ്ഥ? ഉം, വേണുക്കുട്ടൻ സാർ പറ, ഏതവസ്ഥ? 22-ാം തീയതി അടുത്ത ഹിയറിങ്. ഇത്തരം നിസ്സാര കാര്യങ്ങളുടെ ഇടയിൽ അത് മറക്കണ്ട. ഗുഡ് മോർണിംഗ് സർ. ആ. ഐ എം ആനന്ദ് ചന്ദ്രശേഖർ, KT ചന്ദ്രശേഖറിൻ്റെ മകൻ. ഇരിക്കെ. താങ്ക് യു. ഞാനെന്നാ സാർ ഇരിക്കെ. അച്ഛനും സാറും ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലേ? ഞാൻ ഈടെയാണ് അറിഞ്ഞത്. ക്ലാസ്മേറ്റ്സ് അല്ല, കോളേജ് മേറ്റ്സ്. എൻ്റെ 2 വർഷം ജൂനിയർ ആയിരുന്നു അദ്ദേഹം. ഞാനിപ്പോൾ വന്നെന്തിനാണെന്ന് സാറ് മനസ്സിലാക്കണമല്ലോ. ഇല്ല. അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഹീസ് ഓൺ ട്രീറ്റ്മെൻറ്റ്. ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ട്രബിൾ ചെയ്യരുത്. ആനന്ദിൻ്റെ അച്ഛനെ ഈ കേസിൽപ്പെടുത്തിയിരിക്കുന്നത് ഞാനല്ല, ഈ രാജ്യത്തെ നിയമമാണ്. സർ, ഞാനും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്. സാറ് വിചാരിച്ചാൽ അച്ഛൻ്റെ കേസിൽ ഉണ്ടാവില്ല എന്നെനിക്ക് നന്നായി അറിയാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നത് ഒരു ബിസിനസ് ഡീൽ പോലെ ഇത് സംസാരിക്കാനല്ല, ഒന്നും അങ്ങോട്ട് ഓഫർ ചെയ്യാനുമല്ല. പ്ലീസ് ലീവ് മൈ ഫാദർ ലോൺ. ആര്യ കേസുമായി അച്ഛന് ഇനിയൊരു ബന്ധമുണ്ടായിരുന്നു. ഞാനീ പറഞ്ഞത് ഒരു പ്ലീഡോ റിക്വസ്റ്റോ ഇനി അതുമല്ലെങ്കിൽ ത്രട്ടോ ആയി നിങ്ങൾക്ക് എടുക്കാം. ഫിലിപ്പേ, ഇന്ന് വൈകുന്നേരം ആ തിരുമുകാരൻ വരും. അതിനാവശ്യമായ മരുന്നുകളൊക്കെ വാങ്ങിച്ചേക്കണം. അതിന്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടല്ലോ. കുറച്ച് ചെന്നിനായകത്തിന്റെ ഇല കൂടെ മേടിക്കാം. നടുവേദനയ്ക്ക് നല്ല ബെസ്റ്റാ. ആ ആ ആ ആനന്ദ് എന്താ പറഞ്ഞു വന്ന്? ആ, പിന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് മിസ്റ്റർ വേണുക്കുട്ടൻ നായർ, ആര്യയുടെ ഗ്രാൻഡ് ഫാദർ. ആനന്ദ് ഇപ്പൊ പറഞ്ഞ പ്ലീഡ് റിക്വസ്റ്റ് ത്രെറ്റ്, ഇന്നലെ എൻ്റെ വീടിന് കല്ലെറിഞ്ഞത് ഇതിലേതിപ്പെടും? അജയ് ഉറങ്ങിയിട്ടില്ല. ഡോക്ടർ ഹേമ വിളിച്ചിരുന്നു. ബാക്കിയുണ്ടായിരുന്ന റിപ്പോർട്ട്സൊക്കെ കിട്ടി. ഇനിയധികം താമസിപ്പിക്കേണ്ടെന്നാണ് പറഞ്ഞത്. അജയോട് ഇന്ന് തന്നെ സംസാരിക്കണം. അപ്പയ്ക്കെന്താ അസുഖം? അറിയില്ല, പക്ഷെ കണ്ടിട്ട് ഹീസ് നോട്ട് ലുക്കിംഗ് ഗുഡ്. അപ്പൊ ഇതുവരെ സംസാരിച്ചിട്ടില്ലേ നിങ്ങൾ തമ്മിൽ? സോറി, ഇപ്പോൾ ഒന്ന് സംസാരിക്കാവോ? വിൽ ടോക്ക് ലേറ്റർ.